ഒരു മിഷൻ ഇമ്പോസിബിൾ ലൈറ്റ് എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു സംഭവം ഫാൻസുകാർക്ക് പ്രതീക്ഷിക്കാനുള്ള ഇഷ്ടം പോലെ വകയാണ്. എലിമെന്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്, ഡി-ഏജിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഉറങ്ങാനാണോ രാവിലെ ഉറക്കം കൂടായത് കണ്ടപ്പോഴത്തേക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഒരു സിനിമ കാണാനായി കേരളം മുഴുവൻ ഉറക്കമൊഴിയുകയാണ്. തളപതി വിജയ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, കാത്തിരുന്ന സംഭവം. അപ്പോൾ എന്തായാലും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൻ്റെ ഗോട്ടിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് നമുക്ക് കണ്ടിറങ്ങിയ ഫാൻസിനോടൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നേരെ എനിക്ക് എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര പ്രഡിക്റ്റബിൾ സ്റ്റോറി ആണ്. പിന്നെ ഇൻട്രോയിൽ കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു രസമുണ്ട്. പിന്നെ ഇൻട്രോ ഒന്നും വലിയ സുഖം തോന്നിയില്ല. പക്ഷേ ആക്ഷൻ ഒരു മിഷൻ ഇമ്പോസിബിൾ ലൈറ്റ് എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു സംഭവം. ഇൻട്രോ ഒക്കെ അങ്ങനെ തോന്നി, പക്ഷേ പ്രഡിക്റ്റബിൾ ആണ്. ഫാൻസിനുള്ള സംഭവമുണ്ട്, ഫസ്റ്റ് ഇംപ്രഷനിൽ ഫാൻസിനുള്ളതുണ്ട്. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഒരു എബോ ആവറേജ് ആണ്. ഓക്കെ, BGM കാര്യങ്ങളും അതെല്ലാം ഓക്കെ, പക്ഷെ എല്ലാവരും എബോ ആവറേജ്. അത്രേ ഓക്കെ. വിജയുടെ ലുക്കും കാര്യങ്ങളും ഒക്കെ വർക്ക്, DH ഒക്കെ കൊള്ളാം, പക്ഷേ ഒരു പ്രഡിക്റ്റബിൾ സ്റ്റോറിയാണ്. ഇന്റർവെൽ പക്ഷെ കൊണ്ടുവരുത്തേക്കുന്നത് കുഴപ്പമില്ല. ഫാൻസിന് വേണ്ടിയുള്ള സാധനമൊക്കെ ഉണ്ട് 4 മണിക്ക് വന്ന ഒരു ആവേശം ഉണ്ട്. നല്ല പടാ, നല്ല ഇന്റർവ്യൂല് നല്ല പക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രതീക്ഷ കൊടുത്ത എക്സ്പെക്ടേഷനുള്ള സാധനം ഉണ്ട്. രാവിലെ ഫസ്റ്റ് ഹാഫ് അല്ലേ ആയുള്ളൂ, സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. വെങ്കടപ്രഭുവിന്റെ ആ രീതിയിൽ തന്നെ പോണേ. ഇന്റർവൽ ആപ്പ് വഴി കുറച്ച് ഇതുണ്ടായിരുന്നു. കഥ ഓൾമോസ്റ്റ് കഥ ഡിഫറെൻ്റ് ആണ്. വിജയ് മൂവിന്ന് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. സ്റ്റോറി പ്ലോട്ടൊക്കെ കൊള്ളാം. എൻ്റെ വലിയ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണൽ അഭിപ്രായമാണ്. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് കൂടെ നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ള മാസ് മൊമെന്റ്സ് കുറച്ച് ഇതായിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫ് കൂടെ വരട്ടെ, ഒന്നും പറയാൻ പറ്റില്ല. ഇംപ്രഷൻ ഭയങ്കര അപരാധമായി പോയി, സഹിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് നോർമൽ ഉറക്കൊഴിച്ച് വന്നായിരുന്നു, പക്ഷെ വിചാരിച്ചാണ് ഒന്നും വന്നല്ലോ. എവിടെയാണ് ഇത് തോന്നിയത്? ആ ഒരു വിജയെ കാണിച്ച തന്നെ ഒരു അപരാധമാക്കി വെച്ചേക്കും. നമ്മുടെ ടെക്നോളജിയൊക്കെ വെച്ചില്ലേ, ഭയങ്കര ബോറാക്കി. വെങ്കട് പ്രഭുവിന്റെ ഒരു ഡിഫറെന്റ് സ്റ്റോറി, ഒരു ഡിഫറെന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ കാണും. സെക്കൻഡ് ഹാഫ് ഇല്ല ബ്രോ, സത്യം പറയാൻ ഒന്നും കാണത്തില്ല. ഫാൻസിനുള്ള ഒരു ഗൂസ് ബംപ്സ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരു ടിപ്പിക്കൽ മസാല അല്ല. വിജയ് സെന്റിമെന്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്, ഡി-ഏജിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ട്രെയിലർ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല, ആ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ ആണ്ട് നമുക്ക് ഉറങ്ങാൻ തോന്നി കേട്ടോ, സത്യം പറയില്ല. വളരെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ, വലിയ രസമൊന്നും ഇല്ല. ഉറങ്ങാനാണോ രാവിലെ ഉറക്കം കൂടായത് കണ്ടപ്പോഴത്തേക്ക് വലിയ ഹൈപ്പ് ഇല്ല. എങ്ങനെയാണ് ഒരു ആക്ഷൻ സംഭവം പ്രതീക്ഷിച്ചു? ആക്ഷൻ ഒന്നുമില്ല, ഒരുമാതിരി ഫീലിങ്സ് കൂടുതൽ ഇമോഷണലാണ് കൂടുതലായിട്ട്. വിജയ് എങ്ങനെയുണ്ട്? വിജയുടെ റോൾ എന്താ പറയുന്നത്, എന്തുകൂടാ പഴയ പോലെ തന്നെ അഭിനയം. കുഴപ്പമില്ല. ഫാൻസിന് പ്രതീക്ഷിക്കാനുള്ള ഭയങ്കര ആക്ഷൻ കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമില്ല. ഫാൻസിന് പ്രതീക്ഷകൾ വകയുണ്ടോ? പ്രതീക്ഷിക്കാനുള്ള ഇഷ്ടം പോലെ വകയുണ്ട്. ഫാൻസുകാർക്ക് പ്രതീക്ഷിക്കാനുള്ള ഇഷ്ടം പോലെ വകയുണ്ട്. അല്ലാത്തവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാത്തവർക്ക് അങ്ങനെ വലിയൊരു ഇതായിട്ട് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സെക്കൻഡ് ഹാഫിൽ കാണും. സെക്കൻഡ് ഹാഫിൽ കാണുമായിരിക്കും.